എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂപ്രണ്ട് ഓഫ് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് എക്സാമിന് വേണ്ടി മാത്തമാറ്റിക്സിന്റെ സർക്കിൾസ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കഴിഞ്ഞ എക്സാമിന് മുൻപ് നടന്ന എക്സാമിനും സർക്കിൾസിന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പം എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, കോണിക് സെക്ഷന്റെ ഭാഗമായിട്ട് വരുന്ന ആദ്യത്തെ ടോപ്പിക്കാണ് സർക്കിള്. സർക്കിള് നമ്മൾ കോണിക് സെക്ഷന്റെ കൂടെ പഠിക്കുന്നില്ല, നമ്മൾ ഒരു സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ട് അങ്ങ് പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പരാബോളയും എലിപ്സും ഹൈപ്പർബോളയും ആയിരിക്കും ഇനി കോണിക് സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. കോണിക് സെക്ഷനിൽ 4 കോണിക് സെക്ഷൻസ് ആണ് നമുക്കറിയാം. ഒരു കോണിനെ ഒരു ട്രാൻസ്വേഴ്സ് ലൈൻ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന 4 സെക്ഷൻസ് നമ്മൾ അങ്ങനെ പഠിച്ചിട്ടില്ലേ? അതായത് എക്സാക്ട്ലി നടുക്കൂടെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സർക്കിൾ ഉണ്ടാവും, ചരിച്ച് കട്ട് ചെയ്യുമ്പോൾ എലിപ്സ് ഉണ്ടാവും, ഹൈപ്പർബോള ഉണ്ടാക്കാം, പരാബോള ഉണ്ടാക്കാം. ഇതെല്ലാം കോണിക് സെക്ഷൻസ് ആണ്, ഒരു കോണിന്റെ സെക്ഷൻസ് ആണ്, ഒരു കോണിനെ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സെക്ഷൻസ്. ശരിയല്ലേ? സോ അതിനകത്ത് സർക്കിൾ മാത്രം ഒരു സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ട് നമുക്ക് പഠിക്കണം. കാരണം സർക്കിൾ കുറച്ച് ലെങ്തി ആണ്, നമുക്ക് നന്നായിട്ട് കുറെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, കോണിക് സെക്ഷൻ ഡിസ്കസ് ചെയ്യുമ്പോഴും സർക്കിൾസിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്ട്രാ ചെയ്യുന്നതായിരിക്കും. പക്ഷെ സർക്കിൾസ് സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ട് തന്നെ പഠിക്കണം, എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് സർക്കിൾ എന്ന് പറയുന്നത്? ഇനിയിപ്പോ നമുക്ക് ലോക്കസ് വെച്ചിട്ടുള്ള ഡെഫിനിഷൻസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ശരിയല്ലേ? സിമ്പിൾ ആയിട്ട് നമുക്ക് ലോക്കസ് വെച്ചിട്ട് പറയാം. ലോക്കസ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ സ്ട്രെയിറ്റ് ലൈൻസിൽ പഠിച്ചു. ലോക്കസ് ഓഫ് ഓൾ പോയിന്റ്സ് വിച്ച് ആർ ഇക്വിഡിസ്റ്റന്റ് ഫ്രം എ ഫിക്സഡ് പോയിന്റ് ഇൻ എ പ്ലെയിൻ. ശരിയല്ലേ? എ സർക്കിൾ ഈസ് ഡിഫൈൻഡ് as the locus of point. Circle is defined as the locus of a point which moves in a plane such that distance from a fixed point in that plane is always constant. Distance from a fixed point, ആ ഫിക്സഡ് പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെന്റർ ഓഫ് ദ സർക്കിൾ. ആ സെന്റർ ഓഫ് ദ സർക്കിളിൽ നിന്നും സർക്കിളിലുള്ള പോയിന്റിലേക്കുള്ള ആ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് ദ സർക്കിൾ. ശരിയല്ലേ? ദ ഫിക്സഡ് പോയിന്റ് ഈസ് കോൾഡ് സെന്റർ ഓഫ് ദ സർക്കിൾ. Center of the circle and the constant distance is called the radius of the circle. ഓക്കെ, സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ എന്താണ്? ഒരു സർക്കിളിന്റെ സെന്റർ എച്ച് കോമ കെയും റേഡിയസ് ആറും ആണെങ്കിൽ സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഇക്വേഷൻ ഓഫ് എ സർക്കിൾ ഇൻ സ്റ്റാൻഡേർഡ് ഫോം. ഈ ഫോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻട്രൽ ഫോം ഓഫ് ഇക്വേഷൻ ഓഫ് സർക്കിൾ. സെൻട്രൽ ഫോം ഓഫ് ഇക്വേഷൻ ഓഫ് സർക്കിൾ. സെന്ററും റേഡിയസും ഉണ്ടെങ്കിൽ സർക്കിളിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഒരു സർക്കിളിന്റെ സെന്റർ എച്ച് കോമ കെ, ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ്. സർക്കിളിലുള്ള ഏതെങ്കിലും ഒരു ആർബിട്രറി പോയിന്റ് ആണ് എക്സ് കോമ വൈ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെഴുതാം? സർക്കിളിലുള്ള പോയിന്റ് ആണ് എക്സ് കോമ വൈ. ഇങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ? ഡിസ്റ്റൻസ് ഫോർമുല തന്നെയാണ് ഈ ഇക്വേഷന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഈ കാണുന്ന റേഡിയസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ. ഡിസ്റ്റൻസ് ഫോർമുല സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ് എടുത്താൽ ഇത് കിട്ടും. എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറയുന്നതാണ് സർക്കിളിന്റെ ഇക്വേഷൻ. ഈ ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻട്രൽ ഫോം ഓഫ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. എന്നാണ് സെൻട്രൽ ഫോം ഓഫ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. ഓക്കെ, അപ്പൊ സർക്കിളിന്റെ സെന്റർ എച്ച് കെ, സർക്കിളിന്റെ റേഡിയസ് ആർ ആണെങ്കിൽ സർക്കിളിന്റെ സെൻട്രൽ ഫോം എന്താണ്? എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഇനി ഇതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കേസുകൾ നമുക്ക് നോക്കാം. ഓക്കെ, അതിലെ ആദ്യത്തെ കേസ് നോക്കാം. ഇക്വേഷൻ ഓഫ് സർക്കിൾ ഇൻ പർട്ടിക്കുലർ കേസസ്. ഫസ്റ്റ് വൺ, സർക്കിൾ ടച്ചിങ് എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്ന സർക്കിൾ. നോക്കിക്കേ, എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്ന സർക്കിൾ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. നോക്കുക, അപ്പൊ എക്സ് ആക്സിസിലെ പോയിന്റ് എന്തായിരിക്കും? എച്ച് കോമ 0 ആയിരിക്കും. കാരണം വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പൊ ഈ പോയിന്റ് എച്ച് കോമ 0 ആണ്. ഓക്കെ, ഈ കാണുന്ന ഡിസ്റ്റൻസ് എന്തായിരിക്കും? സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് കെ ആയിരിക്കും. കാരണം സെന്റർ എച്ച് കെ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ആക്സിസിൽ നിന്ന് ഉള്ള ഹൈറ്റ് ആണ് വൈ കോർഡിനേറ്റ് സൂചിപ്പിക്കുന്നത്. ദാറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. അതെന്ത് വരും? കെ വരും. ശരിയാണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ സർക്കിളിന്റെ ഇക്വേഷൻ നമുക്കറിയാം. എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ആണ് സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ. ഇവിടെ നമ്മൾ ഒബ്സർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സർക്കിളിന്റെ സെന്റർ എച്ച് കെ ആണ്, സർക്കിളിന്റെ റേഡിയസ് എന്താണ്? കെ ആണ്. സർക്കിളിന്റെ റേഡിയസ് എന്താണ്? കെ ആണ്. സോ അത് നമ്മൾ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് വരിക?
പറഞ്ഞേ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ആർ എന്ന് പറയുന്ന കെ ആണ്, സോ കെ സ്ക്വയർ. ശരിയല്ലേ? സോ എക്സ് സ്ക്വയർ മൈനസ് 2xh പ്ലസ് എച്ച് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2ky പ്ലസ് കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ സ്ക്വയർ. കെ സ്ക്വയറും കട്ട് ചെയ്യാം. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഐഡന്റിറ്റി എക്സ്പാൻഷൻ. ശരിയാണല്ലോ? സോ സിമിലർ ടേംസ് ഒരുമിച്ചാക്കാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xh മൈനസ് 2ky പ്ലസ് എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഇങ്ങനെ വരും സർക്കിളിന്റെ ഇക്വേഷൻ. ശരിയല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xh മൈനസ് 2ky പ്ലസ് എച്ച് സ്ക്വയർ ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ സർക്കിളിന്റെ ഇക്വേഷൻ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ടച്ചിങ് വൈ ആക്സിസ് ആണെങ്കിലോ സെക്കൻഡ് കേസ് ആയിട്ട് നോക്കിക്കോളൂ. സർക്കിൾ ടച്ചിങ് വൈ ആക്സിസ്, സെന്റർ HK വൈ ആക്സിസിലാണ് ടച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ എച്ച് എന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് എന്തായിട്ട് വരിക? സർക്കിളിന്റെ റേഡിയസ് ആയിട്ട് വരിക. ശരിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ശരിയല്ലേ? പറഞ്ഞേ, സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എച്ച് ആണ്. ടച്ചിങ് എവിടെ? വൈ ആക്സിസ്. ടച്ചിങ് വൈ ആക്സിസ് ആണെങ്കിൽ റേഡിയസ് ഇസ് ഈക്വൽ ടു എച്ച്. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് 2xh പ്ലസ് എച്ച് സ്ക്വയർ. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വൈ സ്ക്വയർ മൈനസ് 2ky പ്ലസ് കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞാൽ എച്ച് ആണ്, അപ്പൊ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എച്ച് സ്ക്വയർ ആവും. ഇവിടെ എച്ച് സ്ക്വയറും കട്ട് ചെയ്താൽ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xh മൈനസ് 2ky പ്ലസ് കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xh മൈനസ് 2ky പ്ലസ് കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 ആണ് സർക്കിളിന്റെ ഇക്വേഷൻ. ടച്ചിങ് വൈ ആക്സിസ് ആണ് എന്നുണ്ടെങ്കിൽ. ഇനി ടച്ചിങ് ബോത്ത് ദ ആക്സിസ് ആണെങ്കിലോ, എക്സ് ആക്സിസിലും ടച്ച് ചെയ്യുന്നുണ്ട്, വൈ ആക്സിസിലും ടച്ച് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ആക്സിസിലും ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സർക്കിളിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരിക? സർക്കിൾ ടച്ചിങ് ബോത്ത് ദ ആക്സിസ്. ഓക്കെ, അവിടെ എന്താണ്? ആർ എന്ന് പറയുന്നതും എച്ച് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? കെ തന്നെയാണ്. സർക്കിൾ ടച്ചിങ് ബോത്ത് ദ ആക്സിസ് എന്ന് പറഞ്ഞാൽ നോക്കുക, ആർ ഇസ് ഈക്വൽ ടു എച്ച് ഇസ് ഈക്വൽ ടു കെ. അതായത് എച്ചും കെയും അവിടെ സെയിം ആയിരിക്കും. അത് രണ്ടും എന്താണ്? സർക്കിളിന്റെ റേഡിയസ് ആണ്. ശരിയല്ലേ? ബോത്ത് ദ ആക്സിസ് ആണെങ്കിൽ നോക്കിക്കേ, സർക്കിളിന്റെ ഇക്വേഷൻ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. എച്ചും കെയും സർക്കിളിന്റെ സെന്റർ ആണ്. ശരിയല്ലേ? എച്ചും കെയും എന്താണ്? സർക്കിളിന്റെ സെന്റർ ആണ്. ആർ എന്ന് പറയുന്നത് എന്താണ്? സർക്കിളിന്റെ റേഡിയസ് ആണ്. എച്ചും കെയും സർക്കിളിന്റെ സെന്റർ ആണ്. ആർ എന്ന് പറയുന്നത് സർക്കിളിന്റെ റേഡിയസ് ആണ്. ആ എച്ചും കെയും ആറും എന്താണെന്ന് മനസ്സിലായി, നമുക്ക് ഈക്വൽ ആണ് എന്ന് നമുക്ക് മനസ്സിലായി അല്ലെ? സോ നമുക്ക് എച്ചിനും കെക്കും പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? റേഡിയസ് ആയിട്ടുള്ള ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത് വരും? എക്സ് മൈനസ് ആർ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ആർ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ശരിയല്ലേ? ഇത് എക്സ്പാൻഡ് ചെയ്താൽ എക്സ് സ്ക്വയർ മൈനസ് 2xr പ്ലസ് ആർ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2yr പ്ലസ് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഓക്കെ അല്ലേ? സോ അപ്പൊ നമുക്ക് ഒരു ആർ സ്ക്വയറും കട്ട് ചെയ്യാം. സോ ബാക്കി എന്തുണ്ടാവും? എക്സ് സ്ക്വയർ മൈനസ് 2x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഒരുമിച്ചാക്കാം, പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xr മൈനസ് 2yr പ്ലസ് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xr മൈനസ് 2yr പ്ലസ് ആർ സ്ക്വയർ ഈക്വൽ ടു 0. ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക? സർക്കിളിന്റെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ ഓഫ് സർക്കിൾ ടച്ചിങ് ബോത്ത് ദ ആക്സിസ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xr മൈനസ് 2yr പ്ലസ് ആർ സ്ക്വയർ ഈക്വൽ ടു 0 ആണ്. സോ അടുത്ത നോക്കിയോളൂ,
നാലാമത്തെ കേസ്, സർക്കിൾ ടച്ചിങ് അറ്റ് ഒറിജിൻ. ഒറിജിനിൽ ടച്ച് ചെയ്യുന്ന സർക്കിൾ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസ് ആണ്. സർക്കിൾ ടച്ചിങ് അറ്റ് ഒറിജിൻ. സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ എന്താണ്? എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. അത് ഒറിജിനിലാണ് ടച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എച്ച് കോമ കെ എന്ന് പറയുന്നത് എന്താണ് കിട്ടുക നമുക്ക്? 0,0. ശരിയല്ലേ? അതിവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. റേഡിയസ് നമുക്ക് എന്തായിട്ട് എടുക്കാം? കെ ആയിട്ട് എടുക്കാം. എന്താണ്? ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ടുവേർഡ്സ് ദ സർക്കിൾ ആർ ഇസ് ഈക്വൽ ടു കെ. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു കെ സ്ക്വയർ. സോ ജനറൽ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ സെന്റേർഡ് അറ്റ് ഒറിജിൻ എന്ന് പറയുന്നത്, കെ എന്ന് പറയുന്ന സർക്കിളിന്റെ റേഡിയസ് തന്നെയാണ്. സോ അതങ്ങനെ നോട്ടായിട്ട് നമുക്കൊന്ന് എഴുതി വെക്കാം. ജനറൽ ഇക്വേഷൻ ഓഫ് സർക്കിൾ സെന്റേർഡ് അറ്റ് ഒറിജിൻ. ജനറൽ ഇക്വേഷൻ ഓഫ് സർക്കിൾ centered at origin. Centered at origin. General equation of circle centered at origin. Origin center ആയിട്ടുള്ള സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ എങ്ങനെയാണ് വരിക? നോക്കണേ. ജനറൽ ഇക്വേഷൻ ഓഫ് സർക്കിൾ സെന്റേർഡ് അറ്റ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. കാരണം എന്താണ്? എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയറിൽ എച്ചും കെയും 0 ആയിപ്പോയി. എച്ചും കെയും 0 ആയിപ്പോയി കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഉണ്ടാവുള്ളൂ, ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു ആർ സ്ക്വയർ. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ് ജനറൽ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ സെന്റേർഡ് അറ്റ് ഒറിജിൻ എന്ന് പറയുന്നത്. ഒറിജിൻ സെന്റേർഡ് ആയിട്ടുള്ള സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ആർ ഇസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഓക്കെ, ഇനി ഇതൊരു പോയിന്റ്. ഇഫ് ആർ ഇസ് ഈക്വൽ ടു 1, if r is equal to 1, then above circle is called unit circle. റേഡിയസ് 1 ആണെങ്കിൽ മുകളിൽ കാണുന്ന സർക്കിളിനെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറയുന്ന സർക്കിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? യൂണിറ്റ് സർക്കിൾ. റേഡിയസ് 1 ആണെങ്കിൽ ആ സർക്കിളിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? യൂണിറ്റ് സർക്കിൾ. Therefore, equation of unit circle എന്താണ്? Equation of unit circle. Unit circle ന്റെ equation എന്താണ് വരിക? x square plus y square is equal to 1 square എന്ന് പറഞ്ഞാൽ എന്താണ്? 1. So this is the equation of the unit circle. x square plus y square equal to 1. ഇതാണ് എന്തിന്റെ equation? Unit circle ന്റെ equation. അപ്പോൾ unit circle എന്ന് പറഞ്ഞാൽ എന്താണ്? Circle centered at origin and radius 1 is called unit circle. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചോളൂ. ഈ ഡിഫറെന്റ് ആയിട്ടുള്ള കേസുകൾ ഓക്കെ ആണല്ലോ? യെസ്. ഇനി നമ്മൾ ഒരു സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ എങ്ങനെയാണ് എന്നുള്ളത് ക്വാഡ്രാറ്റിക് ഫോമിൽ എങ്ങനെയാണ്, വാട്ട് ഈസ് ദ ക്വാഡ്രാറ്റിക് ഫോം ഓഫ് ജനറൽ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ എന്നുള്ളതാണ് പഠിക്കുന്നത്. എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്. ക്വാഡ്രാറ്റിക് ഫോമിൽ തന്നിട്ട് സർക്കിളിന്റെ ക്വാഡ്രാറ്റിക് ഫോം തന്നെ എടുത്തു പറയണം. കാരണം ഒരു ക്വാഡ്രാറ്റിക് ഫോർമുല എന്ന് പറയുമ്പം അതിന് സർക്കിൾ ആവാനും എലിപ്സ് ആവാനും എന്താണ് ഹൈപ്പർബോള ആവാനും പെയർ ഓഫ് സ്ട്രൈറ്റ് ലൈൻസ് ആവാനും പരാബോള ആവാനും ഉള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ആ പോസിബിലിറ്റി പരിഗണിച്ചുകൊണ്ട് സർക്കിളിന്റെ എന്ന് എടുത്തു പറയണം അന്നേരം. ഓക്കെ, സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ജനറൽ ആയിട്ടുള്ള ഫോർമാറ്റ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c is equal to 0. ഇമ്പോർട്ടന്റ് ആണ്. ആ ഫോർമാറ്റിൽ നിന്ന് നമുക്ക് തിരിച്ച് സെന്ററും റേഡിയസും കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇപ്പൊ പഠിച്ചോളൂ ജനറൽ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ. ഇതിനു മുൻപ് നമ്മൾ പഠിച്ചത് സെൻട്രൽ ഫോം ഓഫ് എ സർക്കിൾ ആണ്. സെൻട്രൽ ഫോം ഓഫ് എ സർക്കിൾ. സെൻട്രൽ ഫോം ജനറൽ ഇക്വേഷനുമായിട്ട് മാറിപ്പോരുത്. സെൻട്രൽ ഫോം ഓഫ് ദ സർക്കിൾ ആണ് എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ജനറൽ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സാധനമാണ്. നോക്കണേ, ax സ്ക്വയർ പ്ലസ് 2hxy പ്ലസ് by സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c ഈക്വൽ ടു 0. ഇതാണ് ജനറൽ
ക്വാഡ്രാറ്റിക് എന്ന് പറയുന്നത്, ജനറൽ ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ കാണുന്ന കണ്ടീഷൻ എ ഈക്വൽ ടു ബി ആൻഡ് എച്ച് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി കഴിയുമ്പോഴാണ് നമുക്കത് എന്തിലേക്ക് പറയാൻ പറ്റുക, ഒരു ജനറൽ ഇക്വേഷൻ ഓഫ് സർക്കിൾ എന്ന് നമുക്ക് അതിനെ പറയാൻ പറ്റുക. ഇതേപോലെ പല പല കണ്ടീഷൻസ് ഉണ്ട് ഓരോന്നിനും. സർക്കിളിന് ഒരു കണ്ടീഷൻ ഉണ്ട്, അതാണ് എ ഈക്വൽ ടു ബി, എച്ച് ഈക്വൽ ടു 0. എലിപ്സിന് കണ്ടീഷൻ ഉണ്ട്, പരാബോളയ്ക്ക് കണ്ടീഷൻ ഉണ്ട്. ചിലത് ഡിറ്റർമിനന്റ് കണ്ടീഷൻസ് ആണ്, അത് നമ്മൾ കോണിക്ക് പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. അപ്പൊ നമുക്കത് പറയേണ്ട ആവശ്യമില്ല. സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ടുള്ള റെഡ്യൂസ്ഡ് ഫോം നിങ്ങൾ പഠിച്ചാൽ മതി. അത് ഞാനിപ്പോൾ എഴുതി തരാം, നോക്കിക്കോളൂ. ദ ജനറൽ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ ഇൻ റെഡ്യൂസ്ഡ് ഫോം ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് സ്ക്വയർ പ്ലസ്, കാരണം എക്സ് സ്ക്വയറിന്റെയും വൈ സ്ക്വയറിന്റെയും കോഎഫിഷ്യന്റ് സെയിം ആണ്, ആ കോഎഫിഷ്യന്റ് കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള റെഡ്യൂസ്ഡ് ഫോം പഠിച്ചാൽ മതി. ആൻഡ് എച്ച് 0 ആകുമ്പോൾ എക്സ് വൈ ടേം ഉണ്ടാവില്ല, 2h എക്സ് വൈ എന്നുള്ള ആ ടേമും ഉണ്ടാവില്ല. സോ സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c is equal to 0. ഇത് പഠിച്ചാൽ മതി. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് സർക്കിൾ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy plus c is equal to 0. x square plus y square plus 2gx plus 2fy plus c is equal to 0. ഈ കാണുന്ന ജനറൽ ഇക്വേഷൻ ഓഫ് സർക്കിളിൽ നിന്നും സർക്കിളിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് -g, -f ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c is equal to 0 എന്ന് പറയുന്ന സർക്കിളിന്റെ ജനറൽ ഫോമിൽ നിന്നും സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് എന്താണ്, -g, -f ആണ്. സർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്, റൂട്ട് ഓഫ് g സ്ക്വയർ പ്ലസ് f സ്ക്വയർ മൈനസ് c. സർക്കിളിന്റെ റേഡിയസ് എന്താണ്, റൂട്ട് ഓഫ് g സ്ക്വയർ പ്ലസ് f സ്ക്വയർ മൈനസ് c. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഒരു ക്വസ്റ്റ്യൻ 100% നമുക്കിത് എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, സർക്കിളിന്റെ ജനറൽ ഫോം എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c is equal to 0. അവിടെ നിന്ന് സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് എന്താണ്, -g, -f ആണ് സർക്കിളിന്റെ സെന്റർ. സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്, റൂട്ട് ഓഫ് g സ്ക്വയർ പ്ലസ് f സ്ക്വയർ മൈനസ് c ആണ് സർക്കിളിന്റെ റേഡിയസ്. ക്ലിയർ ആണല്ലോ? യെസ്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇക്വേഷൻ ഓഫ് എ സർക്കിൾ വിച്ച് ടച്ചസ് എക്സ് ആക്സിസ് അറ്റ് 3, 0. ഓക്കെ, ഒരു സർക്കിള് ടച്ചസ് എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ആ സർക്കിൾ ഉണ്ടാവുക. 3, 0 എന്ത് ചെയ്യുന്നത്, എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ സെന്റർ എന്ന് പറയുന്നത് സംതിങ് ഒരു 3k ആയിരിക്കും അല്ലെ. അപ്പൊ എച്ചിന്റെ വാല്യൂ നമുക്ക് ഡയറക്ട്ലി 3 കിട്ടി, കെയുടെ വാല്യൂ അറിയത്തില്ല നമുക്ക്. അപ്പൊ ഇതാണ് ആദ്യമേ പഠിച്ച വ്യത്യസ്തമായ ഫോംസ്, ഇക്വേഷൻ ഓഫ് എ സർക്കിൾ ടച്ചിങ് എക്സ് ആക്സിസ്. ആ ഇക്വേഷൻ സോൾവ് കാണാതെ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഡിറൈവ് ചെയ്തെടുത്താൽ മതി എക്സാമിന്. ഓക്കെ, അത് എല്ലാം കൂടെ കാണാൻ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോകാനും സാധ്യതയുണ്ട്. ഞാൻ ഓരോന്നും ചുമ്മാ ഡിറൈവ് ചെയ്ത് കാണിച്ചെന്നേ ഉള്ളൂ നേരത്തെ. അതായത് ഈ കേസ് ആണ് ടച്ചിങ് എക്സ് ആക്സിസ് എന്ന് പറയുമ്പോഴത്തേക്കിനും നിങ്ങൾ ഈ ഒരു സോൾവ് ഫോമിലായിരിക്കും ആൻസർ കിട്ടുക. പക്ഷെ അത് നിങ്ങൾ എക്സാമിന് 2-3 സ്റ്റെപ്പ് ഡിറൈവ് ചെയ്താൽ മതി. പക്ഷെ ഫിഗർ നന്നായിട്ട് അറിഞ്ഞിരിക്കണം, ആ ഒരു ഐഡിയ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഐഡിയ അറിഞ്ഞില്ലെങ്കിൽ നമുക്കിത് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ടച്ചിങ് വൈ ആക്സിസ് എന്ന് പറയുമ്പോൾ ഈ രീതിയിൽ ആലോചിക്കുക. അതാണ് ഓരോ കേസസും നമ്മൾ ആദ്യമേ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. ഓക്കെ, അപ്പൊ എച്ചിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, 3 കിട്ടി. കെ നമുക്ക് അറിഞ്ഞുകൂടാ, കെ നമുക്ക് കണ്ടുപിടിക്കണം. കെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ക്ലൂ അവർ തന്നിട്ടുണ്ട്. സർക്കിൾ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. സർക്കിൾ പാസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് 1, 4 എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഇവിടെ ആയിട്ട് എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് സർക്കിളിന്റെ എന്ത്, റേഡിയസ്. സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഹൈറ്റ് അല്ലേ, ഈ കാണുന്ന ഹൈറ്റ് ആണല്ലോ സർക്കിളിന്റെ റേഡിയസ്. സോ റേഡിയസ് ഇസ് ഈക്വൽ ടു കെ ആണ് അല്ലെ. ഈ കാണുന്ന ഹൈറ്റ് ആണ്, വൈ കോർഡിനേറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഹൈറ്റ്. ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നതാണ്, തെറ്റിപ്പോരുത്. റേഡിയസ് 3 എന്നൊന്നും എടുക്കരുത്, വൈ കോർഡിനേറ്റ് ആണ് ഹൈറ്റ്. സോ ആർ ഇസ് ഈക്വൽ ടു കെ. റേഡിയസ് എന്ന് പറയുന്നത് കെ ആണ്, നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നോക്ക്, ആർ ഇസ് ഈക്വൽ ടു കെ.
ആർ ഇസ് ഈക്വൽ ടു കെ. കണ്ടു? സോ നോക്കിക്കേ. സോ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കെ. അപ്പൊ ഈ കാണുന്ന കെ എന്ന് പറയുന്ന റേഡിയസ് ആണ് ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ്. ശരിയല്ലേ? സോ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്തേ. എന്താണ് വരിക? കെ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3 മൈനസ് 1 സ്ക്വയർ പ്ലസ് കെ മൈനസ് 4 സ്ക്വയർ. ശരിയല്ലേ? കെ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3 മൈനസ് 1 സ്ക്വയർ പ്ലസ് കെ മൈനസ് 4 സ്ക്വയർ. അവിടെ നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ശരിയാണല്ലോ? യെസ്. പറഞ്ഞേ. സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്. കെ സ്ക്വയർ ഈക്വൽ ടു 3 മൈനസ് 1 2 സ്ക്വയർ 4 വരും. പ്ലസ് കെ മൈനസ് 4 സ്ക്വയർ എക്സ്പാൻഡ് ചെയ്താൽ കെ സ്ക്വയർ മൈനസ് 8k പ്ലസ് 16. ഓക്കെ അല്ലേ? സോ അവിടെ കെ സ്ക്വയർ കട്ട് ചെയ്യാം. മൈനസ് 8k ഇപ്പുറം വന്ന പ്ലസ് 8k. 16 4 20. വിച്ച് ഇംപ്ലൈസ് കെ ഇസ് ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ 8 ഇസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ 4 ഇസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 2. സോ 5/2 ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കെയുടെ വാല്യൂ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാമല്ലോ. എന്താണ് സർക്കിളിന്റെ ഇക്വേഷൻ? സർക്കിളിന്റെ സെന്ററും റേഡിയസും ഉണ്ടെങ്കിൽ സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് 3, 5/2 ആണ് സർക്കിളിന്റെ സെന്റർ. ഓക്കെ. ഇനി സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് എന്ന് പറയുന്നത് കെ ആണ്. ശരിയാണല്ലോ? യെസ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യാം. സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ ഫൈനലി എങ്ങനെ വരും എന്ന് നമുക്കറിയാം. ദിസ് ഈസ് ദ സെന്റർ ആൻഡ് ദിസ് ഈസ് ദ റേഡിയസ്. സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ ഫൈനലി എങ്ങനെ വരും എന്ന് നമുക്കറിയാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് സി ഇസ് ഈക്വൽ ടു 0. ഇങ്ങനെയായിരിക്കും സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്ത് കിട്ടുക. ഇതിനകത്ത് ഫ്രം ദിസ് ഇക്വേഷൻ സെന്റർ എന്ന് പറയുന്നത് മൈനസ് ജി മൈനസ് എഫ് ആണ് നമ്മുടെ സെന്റർ. ശരിയല്ലേ? ആ മൈനസ് ജി മൈനസ് എഫ് ആണ് നമുക്ക് സെന്റർ നമുക്ക് 3/5 ഉള്ളത്. ശരിയല്ലേ? അപ്പൊ അവിടെ നമുക്ക് എന്ത് പറയാം? മൈനസ് ജി 3 ആണെങ്കിൽ ജി ഈക്വൽ ടു -3 ആണെന്ന് പറയാം. മൈനസ് എഫ് 5/2 ആണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു -5/2 ആണെന്ന് പറയാം. അത്രയും കാര്യം ഓക്കെ ആണല്ലോ? ഇനി സിയുടെ വാല്യൂ എന്താണ്? സി എന്ന് പറയുന്നത് സർക്കിളിന്റെ റേഡിയസ് ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി ആണ് എന്ന് നമുക്കറിയാം. അതായത് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി. അവിടുന്ന് സി എങ്ങനെ കണ്ടുപിടിക്കാം? സി ഇസ് ഈക്വൽ ടു ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. ഓക്കെ. സോ ഇതാത് വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ജി ഐ എഫ് ഐ ഇനി സിയും കൂടെ കണ്ടുപിടിക്കുക. ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ. ജി സ്ക്വയർ എന്ന് പറഞ്ഞാൽ -3യുടെ സ്ക്വയർ 9. എഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ -5/2ന്റെ സ്ക്വയർ. -5/2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25/4 മൈനസ് ആർ സ്ക്വയർ. റേഡിയസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. റേഡിയസ് എന്ന് പറഞ്ഞാൽ കെ ആണ്. കെയുടെ വാല്യൂ ഓൾറെഡി നമുക്ക് കിട്ടി. എത്രയാണ് കെയുടെ വാല്യൂ? ദാറ്റ്സ് ഈക്വൽ ടു 5/2 ആണ് കെയുടെ വാല്യൂ. ശരിയാണല്ലോ? കെയുടെ വാല്യൂ എത്രയാണ്? 5/2. So this is equal to 9 plus 25/4 minus 10/4 എന്ന് എഴുതാം. ഓക്കെ. 5/2നെ 10/4 എന്ന് എഴുതാം. This is equal to 9 plus 25 minus 10 എത്രയാണ്? 25 minus 10 എന്ന് പറഞ്ഞാൽ 15/4 equal to 94 plus 15 divided by 4. So this is equal to 6 5 11 1 ശിഷ്ടം 1 3 1 4 1 5 51 ഡിവൈഡഡ് ബൈ 4 51 ഡിവൈഡഡ് ബൈ 4. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ജിക്ക് പകരം -3x
പ്ലസ് 2 ഇൻറ്റു എഫിന് പകരം -5/2 y പ്ലസ് സിക്ക് പകരം 51/4 ഈക്വൽ ടു 0. ഇങ്ങനെ വരും സർക്കിളിന്റെ ഇക്വേഷൻ. ശരിയല്ലേ? ഓക്കെ, സോ എന്താണ് കിട്ടുക? x² പ്ലസ് y² മൈനസ് 6x 2 × 2 കട്ട് ചെയ്യാം -5y പ്ലസ് 51/4 ഇസ് ഈക്വൽ ടു 0. -6x -5y വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. 51 ആണോ? എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? ഇവിടെ നോക്കട്ടെ. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ റേഡിയസിന്റെ സ്ക്വയർ ആണ്. നമ്മൾ റേഡിയസിന്റെ വാല്യൂ 5/2 കൊടുത്തുള്ളൂ. റേഡിയസ് നമ്മൾ സ്ക്വയർ ചെയ്തില്ല. സോറി. ഇപ്പൊ നമ്മൾ റേഡിയസ് സ്ക്വയർ ചെയ്യണമായിരുന്നു. ഇതിന്റെ സ്ക്വയർ ഉണ്ടായിരുന്നു. റേഡിയസിന് സ്ക്വയർ ഉണ്ടല്ലോ. അപ്പൊ ഇതെന്താവും? ബാക്കി സ്റ്റെപ്സ് ഒന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ടേ. റേഡിയസ് സ്ക്വയർ എടുക്കുമ്പോൾ ഇതെന്ത് വരും? -25/4 വരും. ശരിയല്ലേ? സോ +25/4 -25/4 കട്ടാവും. ആൻസർ എന്ത് വരും? 9 വരും. സോ സിയുടെ വാല്യൂ ഡയറക്ട്ലി 9 ആണ് അല്ലെ? ഇവിടെ ഡയറക്ട്ലി 9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 9 ഇസ് ഈക്വൽ ടു 0. ഇങ്ങനെ കണ്ടുപിടിക്കാം. x² പ്ലസ് y² മൈനസ് 6x മൈനസ് 5y പ്ലസ് 9 ഈക്വൽ ടു 0. x² പ്ലസ് y² മൈനസ് 6x മൈനസ് 5y പ്ലസ് 9 ഈക്വൽ ടു 0. ഓപ്ഷൻ എ. x² പ്ലസ് y² മൈനസ് 6x മൈനസ് 5y പ്ലസ് 9 ഈക്വൽ ടു 0. ഈ രീതിയിൽ നമുക്ക് സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സെന്ററും റേഡിയസും അല്ലാന്നുണ്ടെങ്കിൽ സെന്ററും റേഡിയസും ഡയറക്ട്ലി നമ്മുടെ കയ്യിലുണ്ട്. അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്ട്ലി സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. x മൈനസ് h ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് k ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു r². ഇതാണ് സർക്കിളിന്റെ ഇക്വേഷൻ. x മൈനസ് h, k നമ്മുടെ കയ്യിലുണ്ട്. h, k എന്ന് പറയുന്നത് ഇതാണ്. റേഡിയസ് എന്ന് പറയുന്നത് 5/2. അതായത് എന്താണ്? x മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് k എന്ന് പറയുന്നത് 5/2. y മൈനസ് 5/2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു r². r² എന്ന് പറഞ്ഞാൽ 5/2 ഹോൾ സ്ക്വയർ. റേഡിയസ് എന്താണെന്ന് അറിയാം നമുക്ക്. റേഡിയസ് 5/2 ആണെന്ന് അറിയാം. ഓക്കെ, സോ ഇതെന്താണ് വരിക? x² മൈനസ് 6x പ്ലസ് 9 പ്ലസ് y² മൈനസ് 2ab. 2 ഇൻറ്റു y ഇൻറ്റു 5/2. ആൻസർ എന്ത് വരും? 5/2. ശരിയല്ലേ? പ്ലസ് b². 5/2ന്റെ സ്ക്വയർ 25/4 ഈക്വൽ ടു ഇവിടെ 5/2ന്റെ സ്ക്വയർ 25/4. 25/4 നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. സോ ബാക്കി എന്താണ് വരിക? x² പ്ലസ് y² മൈനസ് 6x മൈനസ് 5y പ്ലസ് 9 ഇസ് ഈക്വൽ ടു 0. അല്ലെ? x² പ്ലസ് y² മൈനസ് 6x മൈനസ് 5y പ്ലസ് 9 ഈക്വൽ ടു 0. യെസ്, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ആദ്യത്തെ കുറച്ചും കൂടെ സ്റ്റെപ്പ് എടുക്കുമെന്ന് തോന്നുന്നല്ലേ? ഫസ്റ്റ് മെത്തേഡ് നമ്മൾ ചെയ്തത് കുറച്ചും കൂടെ കൂടുതൽ സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. ഈ രണ്ടാമത്തെ മെത്തേഡാണ് കുറച്ചും കൂടെ എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയന്റ് നിങ്ങൾ അത് ചെയ്തോളൂ. ഓക്കെ, എങ്കിലും വ്യത്യസ്തമായ രീതികൾ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളത് എൻ്റെ ഒരു ജോലിയാണ്. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ ചെയ്യുന്നു എന്ന് മാത്രം. നിങ്ങൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ തോന്നും ഇന്ന മെത്തേഡിൽ ചെയ്താൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ കിട്ടും. അത് ഒരു ഇൻറ്റ്യൂഷൻ സ്വന്തമായിട്ട് വരുന്നതാണ്. സോ പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യും. ഇന്ന ക്വസ്റ്റ്യൻ ഇന്ന മെത്തേഡിൽ ചെയ്താൽ കുറച്ചും കൂടെ സമയം ലാഭിക്കാം എന്നുള്ള കാര്യം. ഇവിടെ സെക്കൻഡ് മെത്തേഡാണ് കുറച്ചും കൂടെ സമയം ലാഭം. അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് സെന്ററും റേഡിയസും തന്നിട്ട് സർക്കിളിന്റെ ഇക്വേഷൻ ഫോം ചെയ്യാനാണെങ്കിൽ നമ്മൾ ഈ കാണുന്ന സെൻട്രൽ ഫോം യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ എളുപ്പം. ഓക്കെ, അവിടെ എന്താണ്? ക്വാഡ്രാറ്റിക് ഫോമിലുള്ള സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സിംപ്ലിഫിക്കേഷൻസ് കൂടുതൽ വരും, പ്രത്യേകിച്ച് റേഡിയസ് കണ്ടുപിടിക്കുന്ന സ്ഥലത്തൊക്കെ. ഓക്കെ, യെസ്. നെക്സ്റ്റ് നേച്ചർ ഓഫ് സർക്കിൾ. വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, എങ്കിലും ഒന്ന് നോക്കി വെച്ചോളൂ.
ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി എന്ന് പറയുന്നതാണ് എന്ത്? ആർ സ്ക്വയർ. ആർ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, ആർ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ റേഡിയസ് പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതൊരു റിയൽ സർക്കിൾ ആയിരിക്കും. ഇനി ആർ സ്ക്വയർ 0 ആണെങ്കിൽ ആറും 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ റേഡിയസ് 0 ആണെങ്കിൽ സർക്കിൾ ഉണ്ടാവില്ല, ഒരു പോയിന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനെ പോയിന്റ് സർക്കിൾ എന്ന് വിളിക്കും. ഓക്കെ. ഇനി ആർ സ്ക്വയർ ലെസ് ദാൻ 0 ആണെങ്കിൽ ആർ ഇമാജിനറി ആവും. അങ്ങനെ ഒരു സർക്കിൾ നമുക്ക് വരയ്ക്കാനേ പറ്റില്ല. ശരിയല്ലേ? റേഡിയസ് ഈസ് ഇമാജിനറി, സെന്റർ പോസിറ്റീവ് ആയിരിക്കും, സെന്റർ റിയൽ ആയിരിക്കും. പക്ഷെ റേഡിയസ് ഇമാജിനറി ആണെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡ്രോ സച്ച് എ സർക്കിൾ. അങ്ങനെയുള്ള സർക്കിളിനെ ഇമാജിനറി സർക്കിൾ എന്ന് വിളിക്കും. എന്താണ്? ഇമാജിനറി സർക്കിൾ. ഓക്കെ. സർക്കിളിന്റെ സെന്റർ കോംപ്ലക്സ് നമ്പർ വരാം. പക്ഷെ ഇവിടെ പറയുന്നത് സെന്റർ പോസിറ്റീവും സെന്റർ റിയൽ നമ്പേഴ്സും റേഡിയസ് കോംപ്ലക്സ് നമ്പറും ആണെങ്കിൽ, റേഡിയസിൽ അയോട്ട വരികയാണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റില്ല. സെന്റർ കോംപ്ലക്സ് നമ്പറും റേഡിയസ് റിയൽ നമ്പറും ആണെങ്കിൽ സർക്കിൾ വരയ്ക്കാൻ പറ്റും. എന്താണ്? മോഡ് ഇസഡ് മൈനസ് എ ഇസ് ഈക്വൽ ടു ആർ, ഇക്വേഷൻ ഓഫ് എ സർക്കിൾ ഇൻ ആർഗന്റ് പ്ലെയിൻ ഓർ കോംപ്ലക്സ് പ്ലെയിൻ. നമ്മൾ പഠിച്ചിട്ടുള്ള സാധനമാണ്. കോംപ്ലക്സ് അനാലിസിസിൽ നമുക്കത് വിശദമായിട്ട് ചർച്ച ചെയ്യാനുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇതെല്ലാം പ്രാക്ടീസിന് വേണ്ടി ഇടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. MCQs നമുക്ക് സെപ്പറേറ്റ്ലി വർക്ക്ഔട്ട് ചെയ്യാനുണ്ട്. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ whose center is at -1, 2 and passes through the point 3, 5. സർക്കിളിന്റെ സെന്റർ എന്താണ്? -1, 2 ആണ്. സർക്കിൾ പാസ് ചെയ്യുന്ന പോയിന്റ് എന്താണ്? 3, 5. സർക്കിളിന്റെ സെന്റർ നമുക്ക് തന്നിട്ടുണ്ട് -1, 2. സർക്കിൾ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ട് 3, 5. ആ സെന്ററിൽ നിന്നും സർക്കിൾ പാസ് ചെയ്യുന്ന പോയിന്റിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. റേഡിയസ് കണ്ടുപിടിക്കുന്നതിൽ നമുക്ക് പ്രയാസമില്ല. R is equal to root of 3 minus -1 whole square plus 5 minus 2 whole square is equal to root of 3 plus 1 4 square 16 plus 5 minus 2 3 square 9. That's equal to root 25 is equal to 5. So സർക്കിളിന്റെ റേഡിയസ് എത്രയാണ്? 5 ആണ്. സർക്കിളിന്റെ റേഡിയസ് കിട്ടിയല്ലോ. സർക്കിളിന്റെ സെന്ററും ഉണ്ട് റേഡിയസും ഉണ്ട്. സെന്ററും റേഡിയസും ഉണ്ടെങ്കിൽ ഓൾവേസ് ഗോ വിത്ത് സെൻട്രൽ ഫോം ഓഫ് ദ സർക്കിൾ. സെൻട്രൽ ഫോമുമായിട്ട് പോകുന്നതാണ് എളുപ്പം. ഓക്കെ, എന്താണ്? എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതാണ് സർക്കിളിന്റെ സെൻട്രൽ ഫോം എന്ന് പറയുന്നത്. സോ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എച്ച് എന്ന് പറയുന്നത് ഇതാണ്, എച്ച് കെ എന്ന് പറയുന്ന കോർഡിനേറ്റ്. -1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ. So x plus 1 whole square plus y minus 2 whole square is equal to 25. X square plus 2x plus 1 plus y square minus 4y plus 4 is equal to 25. So x square plus y square plus 2x minus 4y 4 plus 1 5 is equal to 25. Okay, so x square plus y square plus 2x minus 4y 5 minus 25 എന്ന് പറഞ്ഞാൽ -20 equal to 0. x square plus y square plus 2x minus 4y minus 20. x square plus y square plus 2x minus 4y minus 20. ഓപ്ഷൻ ഡി ആണ് ആൻസർ. x square plus y square plus 2x minus 4y minus 20. x square plus y square plus 2x minus 4y minus 20 equal to 0. ഇനി ഇന്റർസെപ്റ്റ്സ് ഓൺ ആക്സിസ്. ഒരു സർക്കിളിന്റെ ആക്സിസിലുള്ള ഇന്റർസെപ്റ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ശ്രദ്ധിക്കണേ, ലെങ്ത് ഓഫ് ദ ഇന്റർസെപ്റ്റ് ആണ് നമുക്ക് ചോദിക്കുക. ഇതൊരു സർക്കിൾ ആണ്. ഈ സർക്കിൾ എക്സ് ആക്സിസിൽ A1ലും A2ലും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ A1 എന്നുള്ള A1 A2 എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസ്. അതേപോലെ y ആക്സിസിൽ B1ലും B2ലും ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ B1 B2 എന്നുള്ള ആ ഒരു ഡിസ്റ്റൻസ്, ആ ഒരു ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് ലെങ്ത് ഓഫ് ഇന്റർസെപ്റ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ലെങ്ത് ഓഫ് ഇന്റർസെപ്റ്റ്സ്
made by the circle എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c is equal to 0 എന്ന് പറയുന്ന സർക്കിൾ എക്സ് ആക്സിസിൽ ഉണ്ടാക്കുന്ന ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്, നോക്കുക, ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. എക്സിന്റെ കൂടെയാണ് ഇവിടെ ജി കിടക്കുന്നത്, 2g കിടക്കുന്നത്. ആ 2യും തുടങ്ങുക √g²-c. അങ്ങനെ നമുക്ക് പഠിച്ചു വെക്കാം. ഇതിന്റെ ഡെറിവേഷൻ ഒന്നും നമുക്ക് പഠിക്കാനില്ല. നമുക്ക് ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മതി. ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ് നമുക്ക് വരിക എക്സാമിന്. സോ എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്ന ആ ഒരു ഇന്റർസെപ്റ്റ്സിൽ ആ എക്സ് ആക്സിസിന്റെ ലെങ്ത് ഏത് ലെങ്ത്തിലാണ് ടച്ച് ചെയ്യാന്നുള്ളത്, A1 A2 എന്ന് പറയുന്ന ലെങ്ത്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ദാറ്റ് ഈസ് 2 × √g²-c. വൈ ആക്സിസിലാണെങ്കിൽ വൈയുടെ കൂടെയാണ് ഇവിടെ എഫ് ഉള്ളത്. സോ 2 × √f²-c. ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് 2 × √g²-c, ഒന്ന് 2 × √f²-c. എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്ന ബേസിസ് ആണെങ്കിൽ 2 × √g²-c ആണ് ലെങ്ത് ഓഫ് ദ ഇന്റർസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ലെങ്ത് ബിറ്റ്വീൻ ദ ഇന്റർസെപ്റ്റ്സ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇന്റർസെപ്റ്റ്സ് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദ ഇന്റർസെപ്റ്റ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. വൈ ആക്സിസ് ആണെങ്കിൽ 2 × √f²-c. വൈ ആക്സിസ് ആണെങ്കിൽ 2 × √f²-c. ഓക്കെ അല്ലേ? ഇത് പഠിച്ചു വെച്ചോളൂ, ഇമ്പോർട്ടന്റ് ആണ്, ഡയറക്ട്ലി ചോദിക്കാറുള്ളതാണ്. ഇന്റർസെപ്റ്റ്സ് ഓൾവേസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇന്റർസെപ്റ്റ്സ് പോസിറ്റീവ് ആണെങ്കിലേ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കാം. കോൺസെൻട്രിക് സർക്കിൾ. എന്താണ് കോൺസെൻട്രിക് സർക്കിൾ? സെന്റർ സെയിം ആയിട്ടുള്ള സർക്കിളിനെ വിളിക്കുന്ന പേരാണ് കോൺസെൻട്രിക് സർക്കിൾസ്. സർക്കിൾസ് ഹാവിംഗ് സെയിം സെന്റർ. സെന്റർ സെയിം ആയിട്ടുള്ള സർക്കിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺസെൻട്രിക് സർക്കിൾസ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ജനറൽ ഇക്വേഷനകത്ത് കോൺസ്റ്റൻസിന് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. നമ്മൾ പാരലൽ ലൈൻസിന്റെ കേസ് പറയുന്ന പോലെ പാരലൽ ലൈൻസിൽ C1ഉം C2 മാത്രമേ മാറുന്നുള്ളൂ. അതേപോലെ കോൺസെൻട്രിക് സർക്കിൾസിന്റെ കേസിലും കോൺസ്റ്റൻസ് മാത്രമേ മാറുള്ളൂ സ്റ്റാൻഡേർഡ് ഫോമിൽ. അതായത് ഇവിടെ C ആണെങ്കിൽ ഇവിടെ C1 ആയിരിക്കും, അത് മാത്രമേ മാറുന്നുള്ളൂ. സോ ഇക്വേഷൻ ഓഫ് കോൺസെൻട്രിക് സർക്കിൾസിനകത്ത് x² + y² + 2gx + 2fy + c = 0. അടുത്തതിൽ അതേ സെന്റർ ആയിട്ടുള്ള മറ്റൊരു സർക്കിൾ വിത്ത് റേഡിയസ് മാത്രമേ മാറുള്ളൂ, സെന്റർ സെയിം ആയിരിക്കും. സോ എന്താണ്? x² + y² + 2gx + 2fy + c1 = 0. യെസ്, ക്ലിയർ ആണല്ലോ? കോൺസെൻട്രിക് സർക്കിൾസ് മനസ്സിലാക്കി വെച്ചോളൂ. കോൺസെൻട്രിക് സർക്കിൾസിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് ഈവൻ കോംപ്ലക്സ് അനാലിസിസിൽ വരെ നമുക്ക് വരുന്നതാണ്. നമ്മുടെ ട്രാൻസ്ഫോർമേഷൻസിന്റെ കേസിൽ പല ട്രാൻസ്ഫോർമേഷൻസും എടുത്തു വരുമ്പോൾ കോൺസെൻട്രിക് സർക്കിൾസ് ഒക്കെ വരാറുണ്ട്. ആ കോൺസെൻട്രിക് സർക്കിൾസിന് ഇടയിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ അനുലാർ ഡിസ്റ്റൻസ്, ANNULAR, അനുലാർ ഡിസ്റ്റൻസ് എന്ന് വിളിക്കും. അനുലാർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസെൻട്രിക് സർക്കിൾസ് ഇമേജ് ആയിട്ട് വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാനുണ്ട്. അപ്പോൾ കോൺസെൻട്രിക് സർക്കിൾ എന്താണ് എന്നുള്ളത് ഇപ്പോഴേ പഠിച്ചു വെച്ചോളൂ. വാട്ട് ഡു യു മീൻ ബൈ കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് ഒറിജിനും സർക്കിളിന്റെ റേഡിയസുകൾ ഡിഫറന്റുമാണെങ്കിൽ such kind of circles are called concentric circles. Equation of a circle if coordinates of the endpoints of the diameter is given. ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ്സിലുള്ള കോർഡിനേറ്റ്സ് ഉണ്ടെങ്കിൽ ഡയറക്ട്ലി സർക്കിളിന്റെ ഇക്വേഷൻ ഇങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ്സ് x1 y1 x2 y2 ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ x - x1 × x - x2 plus y - y1 × y - y2 = 0. ഓക്കെ, നോക്കിയോളൂ, ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ്സിലുള്ള കോർഡിനേറ്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഡയറക്ട്ലി നമുക്ക് സർക്കിളിന്റെ ഇക്വേഷൻ എഴുതാം. എന്താണ്? x - x1 × x - x2 plus y - y1 × y - y2 = 0. So this is the equation of the circle. X - x1 × x - x2 plus y - y1 × y - y2 = 0.
ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ആ സർക്കിളിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുക? എക്സ് മൈനസ് എക്സ് വൺ ഇൻറ്റു എക്സ് മൈനസ് എക്സ് ടു പ്ലസ് വൈ മൈനസ് വൈ വൺ ഇൻറ്റു വൈ മൈനസ് വൈ ടു ഇസ് ഈക്വൽ ടു 0. പഠിച്ചു വെച്ചോളൂ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. വേറെയും രീതിയിൽ നമുക്ക് ചെയ്യാം. ഇങ്ങനെ തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഡയമീറ്ററിന്റെ എൻ പോയിന്റ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മിഡ് പോയിന്റ് ഫോർമുല വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സെന്റർ കണ്ടുപിടിക്കാം. ശരിയല്ലേ? ആ സെന്ററും ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് വേണമെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് കണ്ടുപിടിക്കാം. എന്നിട്ട് എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ വെച്ചിട്ട് നമുക്ക് സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, എങ്കിലും കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇക്വേഷൻ പഠിക്കുന്നതിൽ വലിയ പ്രയാസമില്ല. എക്സ് മൈനസ് എക്സ് വൺ എക്സ് മൈനസ് എക്സ് ടു പ്ലസ് വൈ മൈനസ് വൈ വൺ ഇൻറ്റു വൈ മൈനസ് വൈ ടു ഇസ് ഈക്വൽ ടു 0. പഠിച്ചു വെക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. സാധാരണഗതിയിൽ എങ്ങനെയാണ് ചെയ്യുക? സപ്പോസ് ഇക്വേഷൻ അറിയില്ല എന്ന് വെച്ചോളൂ. എങ്ങനെ അപ്രോച്ച് ചെയ്യാം? നമുക്ക് ആൻസർ കണ്ടുപിടിക്കണമെങ്കിൽ മിഡ് പോയിന്റ് ഫോർമുല വെച്ച് സർക്കിളിന്റെ സെന്റർ കണ്ടുപിടിക്കാം. സെന്ററും ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്താൽ മതി. അപ്പൊ റേഡിയസുമായി സെന്ററുമായി. അപ്പം എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ വെച്ചിട്ട് സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ശരിയല്ലേ? അതും എളുപ്പമുള്ള മെത്തേഡ് തന്നെയാണ്. ഇതും ഓപ്പൺ ചെയ്ത് സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കിനും മറ്റേ മെത്തേഡും ഏകദേശം ഒരേ സമയമൊക്കെ ഏകദേശം അത് കുറച്ചും കൂടെ പെട്ടെന്ന് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാൽ കിട്ടുമായിരിക്കും. എങ്കിലും വലിയ ടൈം ഡിഫറൻസ് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും. എനിവേസ്, ഒരു ഡയറക്റ്റ് ഫോർമുല ആയിട്ട് ഓപ്ഷൻസിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അറിയാണ്ട് പോകരുത്. ബിക്കോസ് എൻ പോയിന്റ്സ് ഓഫ് ദ ഡയമീറ്റർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സർക്കിളിന്റെ ഇക്വേഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാത്തൊരവസ്ഥ വരരുത്. എക്സ് മൈനസ് എക്സ് വൺ ഇൻറ്റു എക്സ് മൈനസ് എക്സ് ടു പ്ലസ് വൈ മൈനസ് വൈ വൺ ഇൻറ്റു വൈ മൈനസ് വൈ ടു ഇസ് ഈക്വൽ ടു 0. ഇനി നെക്സ്റ്റ്, പൊസിഷൻ ഓഫ് എ പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു എ സർക്കിൾ. ഒരു സർക്കിളുമായിട്ട് നോക്കുമ്പോൾ ഒരു പോയിന്റിന്റെ പൊസിഷൻ, ഒരു പോയിന്റ് സർക്കിളിന്റെ പുറത്താണോ സർക്കിളിന്റെ അകത്താണോ സർക്കിളിലുള്ള പോയിന്റ് ആണോ എന്നെങ്ങനെ കണ്ടുപിടിക്കാം? എളുപ്പമാണ്. സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ നമ്മൾ അതിനെ എസ് എന്ന് വിളിക്കും. എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c ഇസ് ഈക്വൽ ടു 0. ഇനി ഈ പി എന്ന് പറയുന്ന പോയിന്റ് x1y1 സർക്കിളിന്റെ അകത്താണോ സർക്കിളിന്റെ പുറത്താണോ സർക്കിളിലുള്ള പോയിന്റ് ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, ഈ പോയിന്റ് സർക്കിളിലോട്ട് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് എക്സിന് പകരം x1 കൊടുക്കുക, വൈക്ക് പകരം y1 കൊടുക്കുക. x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ പ്ലസ് 2gx1 പ്ലസ് 2fy1 പ്ലസ് c ഇസ് ഈക്വൽ ടു 0. അതായത് ഈ x1 y1 എന്നുള്ള പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക? സർക്കിളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 പോസിബിലിറ്റീസ് ഉണ്ട്. ഏതൊക്കെയാണ് 3 പോസിബിലിറ്റി? ഒരു പോസിബിലിറ്റി നമുക്ക് എന്താണ്? നമുക്ക് ആൻസർ ഈക്വൽ ടു 0 കിട്ടാം. ആ സർക്കിളിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിന്റെ ആൻസർ പോസിബിലിറ്റി 3 ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്നില്ലെങ്കിൽ നമുക്ക് ഈക്വൽ ടു 0 കിട്ടാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 കിട്ടാം, അല്ലെങ്കിൽ ലെസ് ദാൻ 0 കിട്ടാം. ഈക്വൽ ടു 0 ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഈ x1 y1 എന്ന് പറയുന്ന പോയിന്റ് ഓൺ ദ സർക്കിൾ ആണെന്ന് പറയാം. ഓൺ ദ സർക്കിൾ. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഔട്ട്സൈഡ് ദ സർക്കിൾ, ലെസ് ദാൻ 0 ആണെങ്കിൽ ഇൻസൈഡ് ദ സർക്കിൾ. ഇത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, ആ പോയിന്റ് നമ്മൾ സർക്കിളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കിനും x1 y1 എന്നുള്ള പോയിന്റ് സർക്കിളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ പ്ലസ് 2gx1 പ്ലസ് 2fy1 പ്ലസ് c എന്ന് പറയുന്ന പോയിന്റ് സർക്കിളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 കിട്ടാം, അല്ലെങ്കിൽ ലെസ് ദാൻ 0 കിട്ടാം, അല്ലെങ്കിൽ ഈക്വൽ ടു 0 കിട്ടാം. ഈക്വൽ ടു 0 ആണെങ്കിൽ ആ പോയിന്റ് സർക്കിളിലുള്ള പോയിന്റ് ആണ് എന്ന് പറയാം. ഓക്കെ, ഈക്വൽ ടു 0 ആണെങ്കിൽ ആ പോയിന്റ് സർക്കിളിലുള്ള പോയിന്റ് ആണെന്ന് പറയാം. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ പോയിന്റ് സർക്കിളിന് പുറത്തുള്ള പോയിന്റ് ആണ്, സർക്കിളിന്റെ ഔട്ട്സൈഡ് ഉള്ള പോയിന്റ് ആണ് എന്ന് നമുക്ക് പറയാം. ലെസ് ദാൻ 0 ആണെങ്കിൽ ആ പോയിന്റ് സർക്കിളിന്റെ അകത്തുള്ള പോയിന്റ് ആണ്, ഇൻസൈഡ് ഉള്ള പോയിന്റ് ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ തന്നിട്ട് ഒരു പോയിന്റ് സർക്കിളിന്റെ അകത്താണോ പുറത്താണോ എന്നൊക്കെ ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ആ പോയിന്റ് സർക്കിളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അന്നേരം ഈക്വൽ ടു 0 ആണെങ്കിൽ സർക്കിളിലുള്ള പോയിന്റ് ആണ്, ബിക്കോസ് ഇക്വേഷൻ സാറ്റിസ്ഫൈസ് ദ പോയിന്റ് എന്നുള്ള ഐഡിയ വെച്ചിട്ട്. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ സർക്കിളിന്റെ പുറത്തുള്ള പോയിന്റ് ആണ്,
ലെസ് ദാൻ 0 ആണെങ്കിൽ സർക്കിളിന്റെ അകത്തുള്ള പോയിന്റ് ആണ്. ഓക്കെ, ലെസ് ദാൻ 0 ആണെങ്കിൽ എന്താണ്? സർക്കിളിന്റെ അകത്തുള്ള പോയിന്റ് ആണ്. ഓക്കെ ആണോ? സംഭവം പിടികിട്ടിയോ? ഐഡിയ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഇത് ഡയറക്ട്ലി ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. യെസ്, നെക്സ്റ്റ് ടാൻജന്റിന്റെ ഇക്വേഷൻ ഓഫ് എ ടാൻജന്റ് ടു എ സർക്കിൾ. ഓക്കെ, ഇക്വേഷൻ ഓഫ് എ ടാൻജന്റ് ടു എ സർക്കിൾ നിങ്ങൾ ഫോർമുല പഠിക്കണം. ഈ എക്സാമിന് ഇതേ ഫോർമുല തന്നെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഇക്വേഷൻ ഓഫ് എ ടാൻജന്റ് ടു എ സർക്കിൾ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. എന്താ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ തന്നെ വേണമെന്നില്ല. ഫോർ എനി കർവ്, ഏതൊരു കർവ് ആയിക്കോട്ടെ, ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ടു എ കർവ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് അറിയുന്ന കാര്യമാണ്. y മൈനസ് വൈ നോട്ട് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. y ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള ഒരു കർവിൽ y മൈനസ് വൈ നോട്ട് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ആണ് ഇക്വേഷൻ ഓഫ് ടാൻജന്റ് എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇനി ആ കർവ് സർക്കിൾ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഫോർമുല ബൈഹാർട്ട് ചെയ്യാം എന്നുള്ളൂ. ഇനി സർക്കിൾ വെച്ചിട്ട് നമുക്ക് ഡിഫറൻഷിയേഷൻ ചെയ്തിട്ട് ചെയ്യുന്നതും എളുപ്പമാണ്. വളരെ ചുരുങ്ങിയ സമയത്തിൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഒരു പോയിന്റ് ഓഫ് ടാൻജന്റ് സി എന്ന് പറയുന്നത് x1 y1 ആണെങ്കിൽ, സർക്കിൾ ഉണ്ട്. പോയിന്റ് ഓഫ് ടാൻജന്റ് സി പി എന്ന് പറയുന്ന പോയിന്റ് x1 y1 ആണെന്നുണ്ടെങ്കിൽ സർക്കിളിന്റെ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ ടാൻജന്റിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പഠിച്ചു വെച്ചോളൂ. x(x1) പ്ലസ് y(y1) പ്ലസ് g ഇൻറ്റു എക്സ് പ്ലസ് x1 പ്ലസ് എഫ് ഇൻറ്റു വൈ പ്ലസ് y1 പ്ലസ് c ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അവിടെ 2g 2f ഒന്നുമില്ല, ശ്രദ്ധിച്ചോണം. x ഇൻറ്റു x1 പ്ലസ് y ഇൻറ്റു y1 പ്ലസ് g ഇൻറ്റു എക്സ് പ്ലസ് x1 പ്ലസ് എഫ് ഇൻറ്റു വൈ പ്ലസ് y1 പ്ലസ് c ഇസ് ഈക്വൽ ടു 0. പഠിച്ചേ? എല്ലാവരും ഒന്ന് പഠിച്ചേ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡിഫറൻഷിയേഷൻ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, പക്ഷെ കുറച്ചും കൂടെ സമയം ലാഭിക്കാം ഈ ഒരു ഡയറക്റ്റ് ഫോമിൽ പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇത് അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓൾട്ടർനേറ്റ് മെത്തേഡ്സ് ഉണ്ടെങ്കിൽ പോലും സർക്കിളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സ് പഠിക്കുമ്പോൾ ഇത് അറിഞ്ഞിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. സോ എക്സ് ഇൻറ്റു x1 പ്ലസ് വൈ ഇൻറ്റു y1 പ്ലസ് g ഇൻറ്റു എക്സ് പ്ലസ് x1 പ്ലസ് എഫ് ഇൻറ്റു വൈ പ്ലസ് y1 പ്ലസ് c ഇസ് ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ ഓഫ് ടാൻജന്റ് അറ്റ് എ പോയിന്റ് x1 y1 to the circle x square plus y square plus 2gx plus 2fy plus c is equal to 0 എന്ന് പറയുന്നത്. ഇനി സർക്കിൾ സെന്റേർഡ് അറ്റ് ഒറിജിൻ ആണെങ്കിൽ എന്ത് വരും? x(x1) പ്ലസ് y(y1) is equal to a square. ഇത്രേ ഉണ്ടാവുള്ളൂ. സർക്കിൾ സെന്റേർഡ് അറ്റ് ഒറിജിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണിത്. x(x1) പ്ലസ് y(y1) equal to a square. കുറച്ചും കൂടെ എളുപ്പമാണ്. x(x1) the point x1 y1 ആയിരിക്കണം. x(x1) പ്ലസ് y(y1) is equal to a square. ഓക്കെ, സർക്കിളിന്റെ കേസിലാണ് ഇത് ആപ്ലിക്കബിൾ ആവുക. വേറെ ഇഷ്ടംപോലെ കർവുകൾ ഉണ്ട്. പോയിന്റ് ഓഫ് ടാൻജൻസി നമുക്ക് സർക്കിളിൽ മാത്രമല്ല ഉണ്ടാവുക, പരാബോളയിൽ ഉണ്ടാവാം, എലിപ്സിൽ ഉണ്ടാവാം, ഹൈപ്പർബോള. ഏത് കർവ്, ഫോർ എനി കർവ്, എനി ക്വാഡ്രാറ്റിക് ഓർ ക്യൂബിക്, ഏത് കർവ് ആയിക്കോട്ടെ, അതിനെല്ലാം തന്നെ എന്തുണ്ടാവാം? പോയിന്റ് ഓഫ് ടാൻജൻസീസ് ഉണ്ടാവാം. സർക്കിളിൽ വരുന്ന കേസിൽ കർവ് സർക്കിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ then you can directly go with this formula എന്ന് നമുക്ക് പറയാൻ പറ്റൂ. അല്ലാണ്ട് നമുക്ക് ടാൻജൻസ് ആൻഡ് നോർമൽസിൽ നമ്മളത് വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. ഏതൊരു കർവ് ആണെങ്കിലും നമുക്ക് സ്ലോപ്പ് ഓഫ് ടാൻജന്റും ഇക്വേഷൻ ഓഫ് ടാൻജന്റും സ്ലോപ്പ് ഓഫ് നോർമലും ഇക്വേഷൻ ഓഫ് നോർമലും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്താ x0 y0 അല്ലെങ്കിൽ x1 y1 എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് ടാൻജൻസി ഓഫ് എ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന സർക്കിളിന്റെ പോയിന്റ് ഓഫ് ടാൻജൻസി ആണ് x1 y1 എങ്കിൽ ടാൻജന്റിന്റെ ഇക്വേഷൻ എന്താണ്? x(x1) പ്ലസ് y(y1) പ്ലസ് g ഇൻറ്റു എക്സ് പ്ലസ് x1 പ്ലസ് എഫ് ഇൻറ്റു വൈ പ്ലസ് y1 പ്ലസ് c ഇസ് ഈക്വൽ ടു 0. x(x1) പ്ലസ് y(y1) പ്ലസ് g ഇൻറ്റു എക്സ് പ്ലസ് x1 plus f into y plus y1 plus c is equal to 0. Okay, yes. ഇനി ലെങ്ത് ഓഫ് ദ ടാൻജന്റ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോണേ.
പ്രത്യേകിച്ച് ഒന്നുമില്ല. ലെങ്ത് ഓഫ് ദ ടാൻജന്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ പോയിന്റ് ഉണ്ട്, സർക്കിളിന്റെ ഇക്വേഷൻ ഉണ്ട്. ആ പോയിന്റ് സർക്കിളിന്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. എന്ത് കിട്ടും? ലെങ്ത് ഓഫ് ദ ടാൻജന്റ് കിട്ടും. ഓക്കെ, പോയിന്റ് സർക്കിളിന്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ പ്ലസ് 2g x1 പ്ലസ് 2f y1 പ്ലസ് c. അതാണ് പോയിന്റ് സർക്കിളിന്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ പോയിന്റ് ഔട്ട് സൈഡ് ആണോ ഇൻസൈഡ് ആണോ ഓൺ ദ സർക്കിൾ ആണോ എന്നൊക്കെ കണ്ടുപിടിക്കാമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമുക്ക് സർക്കിളിന് പുറത്തുള്ള ഒരു പോയിന്റിൽ നിന്നല്ലേ സർക്കിളിലേക്ക് ടാൻജന്റ് വരയ്ക്കാൻ പറ്റുള്ളൂ. സോ x1 y1 ഈസ് ഓൾവേസ് ആൻ ഔട്ട്സൈഡ് പോയിന്റ് ഇൻ ദ കേസ് ഓഫ് ടാൻജന്റ്. ടാൻജന്റ് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ x1 y1 സർക്കിളിനകത്തുള്ള പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് ടാൻജന്റ് വരയ്ക്കാൻ പറ്റില്ലല്ലോ. സർക്കിളിലുള്ള പോയിന്റിൽ നിന്നും അല്ല, എ ടാൻജന്റ് ഈസ് ഓൾവേസ് ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു എ സർക്കിൾ. ശരിയല്ലേ? ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നാണ് സർക്കിളിലേക്ക് ടാൻജന്റ് വരയ്ക്കാൻ പറ്റുക. അപ്പൊ ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് ഇപ്പൊ x1 y1 എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കുന്ന ടാൻജന്റിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ സോ ദാറ്റ്സ് ആൻ ഓൾവേസ് ആൻ എക്സ്റ്റേണൽ പോയിന്റ്. എക്സ്റ്റേണൽ പോയിന്റ് ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അനുസരിച്ച് x1 y1 എന്ന് പറയുന്ന പോയിന്റ് ഈ സർക്കിളിലേക്ക് നമുക്ക് സർക്കിളിന്റെ ജനറൽ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഈക്വൽ ടു 0 ആണെങ്കിൽ ഓൺ ദ സർക്കിളും ലെസ് ദാൻ 0 ആണെങ്കിൽ ഇൻസൈഡ് ദ സർക്കിളും ആണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഓൾവേസ് എക്സ്റ്റേണൽ പോയിന്റ് ആയതുകൊണ്ട് തന്നെ ഓൾവേസ് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അല്ലെ, ആ പോയിന്റ് നമ്മൾ സർക്കിളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ആ ഗ്രേറ്റർ ദാൻ 0 ആയിട്ട് കിട്ടുന്ന വാല്യൂവിന്റെ സ്ക്വയർ റൂട്ട് എന്താണോ അതാണ് ലെങ്ത് ഓഫ് ദ ടാൻജന്റ്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ പ്ലസ് 2g x1 പ്ലസ് 2f y1 പ്ലസ് c. ദിസ് ഈസ് ദ ലെങ്ത് ഓഫ് ദ ടാൻജന്റ്. ടാൻജന്റിന്റെ ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? റൂട്ട് ഓഫ് x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ പ്ലസ് 2g x1 പ്ലസ് 2f y1 പ്ലസ് c. ഇതാണ് ലെങ്ത് ഓഫ് ദ ടാൻജന്റ്. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല, ലെങ്ത് ഓഫ് ദ ടാൻജന്റ് ആണ് ചോദ്യമെങ്കിൽ സർക്കിളിന്റെ ഇക്വേഷൻ എഴുതുക, പോയിന്റ് സർക്കിളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സ്ക്വയർ റൂട്ട് എടുക്കുക, പരിപാടി കഴിഞ്ഞു. ഇവിടെ എ സ്ക്വയർ ഇപ്പുറം എടുത്താൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, RHS 0 ആയിട്ട് വേണം നമ്മൾ പോയിന്റ് അങ്ങോട്ട് കൊടുക്കാൻ കേട്ടോ. മൈനസ് എ സ്ക്വയർ ഈക്വൽ ടു 0. ഇവിടെ x1 y1 എന്നുള്ള പോയിന്റ് കൊടുത്താൽ x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇതാണ് ലെങ്ത് ഓഫ് ദ ടാൻജന്റ്. ഓക്കെ, ലെങ്ത് ഓഫ് ദ ടാൻജന്റ് ഫ്രം ദ എക്സ്റ്റേണൽ പോയിന്റ് x1 y1 ടു ദ സർക്കിൾ സെന്റേഡ് അറ്റ് ഒറിജിൻ ആയിട്ടുള്ള സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ആണെങ്കിൽ റൂട്ട് ഓഫ് x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇതാണ് എന്തെന്ന് പറയുന്നത്? ലെങ്ത് ഓഫ് ദ ടാൻജന്റ്. ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് പറഞ്ഞു, ലെങ്ത് ഓഫ് ദ ടാൻജന്റ് പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. The equation of the tangent to the circle x square plus y square equal to a square parallel to the line root 3x plus y plus 3 is equal to 0. Okay. ഈ root 3x plus y plus 3 is equal to 0. ഈ കാണുന്ന ലൈനിന് പാരലൽ ആയിട്ടുള്ള ലൈൻ എങ്ങനെയായിരിക്കും? root 3x plus y plus k is equal to 0. അല്ലെ, ഈ കാണുന്ന ലൈനിന് പാരലൽ ആയിട്ടുള്ള ലൈൻ ഇങ്ങനെ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. പാരലൽ ആണെങ്കിൽ കോൺസ്റ്റന്റ് മാത്രമേ മാറുള്ളൂ. പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് മാറും, കോയിഫിഷ്യൻസ് ഇന്റർചേഞ്ച് ആവും, കണക്ടിങ് സൈനും മാറും. ഓൾറെഡി നമ്മൾ അതർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ സ്ട്രൈറ്റ് ലൈൻസിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ റൂട്ട് 3x പ്ലസ് വൈ പ്ലസ് കെ ഈസ് ഈക്വൽ ടു 0 ആണ് നമ്മുടെ പാരലൽ ആയിട്ടുള്ള ലൈൻ. ഓക്കെ, ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ്. അപ്പൊ നമ്മുടെ സർക്കിൾ ഇതാണ്. സർക്കിളിന്റെ സെന്റേഡ് അറ്റ് ഒറിജിൻ ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതൊക്കെയാണ് നേരത്തെ പറഞ്ഞ പോയിന്റ്സിന്റെ ഇമ്പോർട്ടൻസ്. കണ്ടോ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സെന്റേഡ് അറ്റ് ഒറിജിൻ വിത്ത് റേഡിയസ് എ. സെന്റേഡ് അറ്റ് ഒറിജിൻ വിത്ത് റേഡിയസ് എ. സെന്റേഡ് അറ്റ് ഒറിജിനും റേഡിയസ് ഒരു എയുമായിട്ടുള്ള സർക്കിൾ, സെന്റേഡ് അറ്റ് 0 0 റേഡിയസ് എയുമായിട്ടുള്ള സർക്കിൾ. ഈ സർക്കിളിലൂടെ കടന്നു പോകുന്ന ടാൻജന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഓക്കെ, ടാൻജന്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ലൈനിന് പാരലൽ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ടാൻജന്റിന്റെ ഇക്വേഷൻ ആണ് ഞാൻ ഈ എഴുതി വെച്ചിരിക്കുന്നത്. പാരലൽ ആയിട്ടുള്ള ടാൻജന്റിന്റെ ഇക്വേഷൻ ആണ് ഞാൻ ഈ എഴുതി വെച്ചേക്കുന്നത്. ദിസ് ഈസ് ദ ടാൻജന്റ്. ടാൻജന്റ് ആരാണ്? റൂട്ട് 3x പ്ലസ് വൈ പ്ലസ്
എ ഇസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ടാൻജന്റ്. ഓക്കെ, ചിലപ്പോൾ ഒന്നിലധികം ടാൻജന്റ് ഉണ്ട്, പാരലൽ ആയിട്ടാണ് വരുന്നത്. ഇപ്പൊ 2 ടാൻജന്റ് ഉണ്ടാവാം. പാരലൽ ആയിട്ട് വരുന്ന കേസ് ആയതുകൊണ്ട് 2 ടാൻജന്റ്സ് ഉണ്ടാവാം. ശരിയല്ലേ? ഇപ്പൊ കെക്ക് ഒരു പ്ലസ് ഓർ മൈനസ് വാല്യൂ ആണ് വരിക. അപ്പൊ അത് ഓപ്ഷൻ എല്ലാം ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇനി കെ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഈ കാണുന്ന സെന്ററിൽ നിന്നും ഈ കാണുന്ന ടാൻജന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈൻ ഡി ഈക്വൽ ടു, അതായത് ആ ഡിസ്റ്റൻസ് ആണ് നമുക്കിവിടെ റേഡിയസ് ആയ എ എന്ന് പറയുന്നത്. സോ എ ഇസ് ഈക്വൽ ടു 0 നിന്നും ആ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ്. ഒറിജിനിൽ നിന്നാണെങ്കിൽ കെ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആ എന്താണ് ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈൻ ഓർമ്മയുണ്ടോ? ax1 പ്ലസ് by1 പ്ലസ് സി ഡിവൈഡഡ് ബൈ റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതായിരുന്നു നമ്മുടെ ഫോർമുല അല്ലെ? അപ്പം ആ ഡിസ്റ്റൻസ് ആണ് ഇവിടെ റേഡിയസ് ആയിട്ടുള്ള എ എന്ന് പറയുന്നത്. ദാറ്റ് എ ഇസ് ഈക്വൽ ടു 0.00 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 into 0 പ്ലസ് 0 പ്ലസ് കെ അതിന്റെ മോഡുലസ് ബൈ റൂട്ട് ഓഫ് എന്താണ് √3 സ്ക്വയർ പ്ലസ് വൈയുടെ കോഎഫിഷ്യന്റ് 1 ആണ്, 1 സ്ക്വയർ. സോ എ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് കെ ഡിവൈഡഡ് ബൈ √3 plus 1, which implies a is equal to modulus of k divided by modulus of k is equal to 2a, which implies k is equal to plus or minus 2a. അല്ലെ? മോഡുലസ് 2a കിട്ടണമെന്നുണ്ടെങ്കിൽ കെയുടെ വാല്യൂ എന്തായിരിക്കണം? പ്ലസ് ഓർ മൈനസ് 2a ആയിരിക്കണം. കാരണം ഈ മോഡുലസ് ഓഫ് പ്ലസ് 2a എടുത്താലും നമുക്ക് ആൻസർ പ്ലസ് 2a കിട്ടും. മോഡുലസ് ഓഫ് മൈനസ് 2a എടുത്താലും ആൻസർ പ്ലസ് 2a കിട്ടും. ഇപ്പൊ പ്ലസ് 2a ആൻസർ കിട്ടണമെങ്കിൽ ആ കെയുടെ പ്ലേസിൽ പ്ലസ് 2a വന്നാലും കിട്ടും, മൈനസ് 2a വന്നാലും കിട്ടും. അതുകൊണ്ടാണ് എന്ത് വന്നത്? പ്ലസ് ഓർ മൈനസ് 2a എന്ന് വരാനുള്ള കാരണം. ഓക്കെ അല്ലെ? പ്ലസ് ഓർ മൈനസ് 2a എന്ന് വരാനുള്ള കാരണം. ഓക്കെ ആണല്ലോ? ആ കെയുടെ വാല്യൂ എന്ത് ചെയ്യുക? ആ പാരലൽ ആയിട്ടുള്ള ലൈനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പാരലൽ ആയിട്ടുള്ള ലൈനാണ് നമ്മുടെ ടാൻജന്റ് എന്ന് പറയുന്നത്. √3x പ്ലസ് y പ്ലസ് 3ക്ക് പാരലാണ് ടാൻജന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ടാൻജന്റ് നമ്മൾ √3x പ്ലസ് y പ്ലസ് k ഈക്വൽ ടു 0 ആയിട്ടുണ്ട്. കെയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, പ്ലസ് ഓർ മൈനസ് 2a. therefore √3x പ്ലസ് y പ്ലസ് √3x പ്ലസ് y പ്ലസ് ഓർ മൈനസ് 2a is equal to 0. √3x പ്ലസ് y പ്ലസ് ഓർ മൈനസ് 2a is equal to 0. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരിക. √3x പ്ലസ് y plus or minus 2a is equal to 0. This is the equation of the tangent. √3x plus y plus or minus 2a is equal to 0. ഇതാണ് നമ്മുടെ ടാൻജന്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഐഡിയ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യെസ്, അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു ഈ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. സർക്കിൾസിൽ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.